പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചോറിലേക്കൊക്കെ പറ്റിയ അടിപൊളി സാമ്പാറാണ് കാണിക്കുന്നത്. പരിപ്പില്ലാത്ത സാമ്പാർ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നാളികേരം, ഉള്ളി, കറിവേപ്പില, ഉഴുന്ന്, ഉലുവ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് നാളികേരം വറുത്തരച്ച് സാമ്പാറിനോട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ പൊടിയിട്ടെടുത്താലും മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉലുവയും ഉഴുന്നും വറുത്തെടുക്കുക. അല്ലെങ്കിൽ നാളികേരത്തിൽ കൂടെ വറുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഉഴുന്നെന്ന് പറയണത് അങ്ങോട്ട് മുരിഞ്ഞ് വരില്ല കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കൊഴുന്ന് തന്നെ വരും. ഇതാകുമ്പോൾ അത്രയും കൊഴുപ്പുണ്ടാവില്ല. ഇതിലേക്ക് നാളികേരം ചേർത്ത് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറികൾ അന്വേഷിച്ച് കൊണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഗ്യാസ് സാമ്പാർ കഴിച്ചിട്ട് ഗ്യാസ് കയറി അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഈ സാമ്പാർ കഴിച്ചാൽ സൂപ്പർ സാമ്പാറാണ്. അപ്പോൾ അത്യാവശ്യം നാളികേരമൊക്കെ മുരിഞ്ഞ് വന്നതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് കുറച്ച് കൊഴുപ്പ്, കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ലേശം മല്ലിപ്പൊടി കൂടുതലെടുക്കാം. പിന്നെ ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ടത് സാമ്പാർ പൊടി. സാമ്പാർ പൊടി കുറച്ച് കൂടുതലും കുറവായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം അതിൻ്റെ പച്ച സ്മെല്ലും മാറും തരുന്നു ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് ചെയ്യണതാണ് സവാള സാമ്പാറാണ് കേട്ടോ ചെയ്യണത്. സവാള വെച്ചിട്ടുള്ള സാമ്പാറാണ്. ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല വെന്ത് വരുമ്പോൾ. അപ്പോൾ ഇത് ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടുത്തെ സാമ്പാർക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ സാമ്പാറിന്. ഇതപ്പോൾ ഇത് എത്ര വിസിലെന്ന് വെച്ചാൽ ഇത് വേവണമായിരുന്നു. നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. സവാള എപ്പോഴും നല്ലോണം വെന്തിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് വരിക. ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. പരിപ്പ് അന്വേഷിച്ചൊന്നും നടക്കണ്ട. ഈ സാമ്പാർ ഇതുപോലെ തന്നെ നിങ്ങൾ വെച്ച് നോക്ക് കേട്ടോ. ഇതിലേക്ക് കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ താഴെ മതി. എന്താ സവാളയാണല്ലോ. ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നാളികേരം വറുത്ത് അരച്ചത് കൂട്ടിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇറക്കാം. ഒരു അടിപൊളി സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് നമ്മൾ ഉലുവ ഇട്ടിട്ടാണല്ലോ അരച്ചേക്കണത് വറുത്തിട്ട്. അപ്പോൾ നമുക്ക് ഉലുവ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. കടുക് ഇട്ടാലും മതി. പിന്നെ അരച്ചിട്ട് ഉലുവ ഉള്ള കാരണം ഇപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവ വരുമ്പോൾ ഒരു കനപ്പ് വരും. ഉലുവ വല്ലാണ്ട് ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക്, ചോറിലേക്ക്, ദോശയ്ക്ക്, അപ്പത്തിലേക്ക് എല്ലാത്തിലേക്കും ഇത് മതി കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണല്ലോ സവാള. അപ്പോൾ അത് ചേർത്തിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.